നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന പുസ്തകത്തിലെ അധ്യായം 1 ഭാഗം 7. 34, 35, 36, 37, 38 എന്നീ പേജുകളിൽ വിന്യസിച്ചിരിക്കുന്നു. തങ്കത്തിൻ്റെ അച്ഛനെ അറിയിക്കണ്ടേ ഗോപി? ഗോവിന്ദമാമയോട് മുത്തശ്ശി ചോദിക്കുന്നത് കേട്ടു. തളത്തിലിരുന്ന് ഇഡ്ഡലി കഴിക്കുകയായിരുന്നു അച്ഛനും അമ്മാമ്മയും. എന്തിന്? ഗോവിന്ദമാമയുടെ ഒച്ച പൊങ്ങുന്നു. അപ്പു പേടിച്ചുപോയി. അല്ലെങ്കിൽ തന്നെ അമ്മാമ്മയുടെ വർത്താനം കേട്ടാൽ ദേഷ്യപ്പെട്ടു പറയുന്നത് പോലെയാണ്. മുത്തശ്ശി ചോദിച്ചത് അമ്മാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇവളെ ഈ കാലത്തിനിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അയാള്? രാഘവേട്ടൻ കണ്ണൂരുണ്ടെന്നാ കേട്ടത്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. സ്വന്തം ബേക്കറിയാണെന്ന്. റെയിൽവേ ഗാർഡിലെ അപ്പുക്കുട്ട മേനോൻ വാഴപ്പുറത്തെ എൻ്റെ പരിചയക്കാരനാണ്. ഒരു നോട്ടം കണ്ടു. രണ്ടാമത് നോക്കിയപ്പോഴേക്കും ആളെ കണ്ടില്ലെന്ന് അച്ഛൻ പറയുകയായിരുന്നു. ആള് ബേക്കറി നടത്തേ, തൂങ്ങിച്ചാവേ, എന്താച്ചാ ആയിക്കോട്ടെ. ചന്ദ്രേട്ടാ, നമുക്ക് അയാളായിട്ട് ഒരു ബന്ധവും വേണ്ട. കല്യാണം അയാളെ അറിയിക്കുകയും വേണ്ട. ഓപ്പോളെ ഇടനാഴിയുടെ വാതിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഓപ്പോളുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഓപ്പോള് കരയണത്? ഓപ്പോളുടെ അച്ഛനെ കല്യാണത്തിന് വിളിക്കുന്ന കാര്യം അതിൽ പിന്നെ ആരും പറഞ്ഞു കേട്ടില്ല. കല്യാണത്തിൻ്റെ തലേദിവസം എന്തായിരുന്നു തിരക്കും ബഹളവും. വീടിൻ്റെ അകത്തും പുറത്തും നിറച്ചും ആളുകൾ. കടമ്പഴിപ്പുറത്തു നിന്ന് വലിയമ്മയും ഗോപിയേട്ടനും ശാരദയും വന്നിട്ടുണ്ട്. വലിയച്ഛൻ നാളെ രാവിലേക്ക് എത്തൂ. 4-5 മൂരിക്കുട്ടന്മാരുണ്ട് വലിയച്ഛന്. പശു, ആട്, കോഴി. വലിയ കൃഷിക്കാരനാണത്രേ വലിയച്ഛൻ. കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് സ്കൂളടച്ചാൽ അപ്പുവും ഏട്ടനും കടമ്പഴിപ്പുറത്തേക്ക് വിരുന്നു പോവും. വലിയച്ഛൻ വന്നു കൊണ്ടുപോവുകയാണ് സാധാരണ പതിവ്. ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. അവരുടെ കൂടെ പോയാൽ ഒരു രസവും ഉണ്ടാവില്ല. 2 ദിവസം ഒപ്പം മടങ്ങുകയും വേണം. അപ്പുവിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പൊയ്ക്കാളാമെന്ന് ഏട്ടൻ വാശി പിടിക്കും. അതുമാത്രം അമ്മ സമ്മതിക്കില്ല. കടമ്പഴിപ്പുറത്തേക്കുള്ള ബസ് കയറുന്നതിന് പകരം മണ്ണാർക്കാട്ട് ബസ്സിൽ കയറിയാലോ? അതാണ് അമ്മയ്ക്ക് പേടി. അപ്പുവും ഏട്ടനും വരുന്നത് നോക്കി ഗോപിയേട്ടൻ പടിക്കൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അനിയന്മാരെ ഗോപിയെ ഏൽപ്പിച്ച് വല്യച്ഛൻ കൃഷികാര്യങ്ങൾ നോക്കാൻ പോകും. വേനൽക്കാലത്ത് പള്ളിയാലിൽ കായ്ക്കറി ഉണ്ടാക്കും വലിയച്ഛൻ. കുറച്ചേറെ സ്ഥലം വേലികെട്ടി വളച്ച് വറ്റാത്ത കുളമുണ്ട് പാടത്ത്. കുളത്തിൽ നിന്ന് ഏത്തം പൂട്ടിയാണ് തേവി നനയ്ക്കുന്നത്. കയ്പ, പടവലം, മത്തൻ, കുമ്പളം, വെള്ളരി എല്ലാ കൃഷിയും ഉണ്ടാകും. വേലിക്ക് പുറത്ത് കണ്ടങ്ങൾ വരണ്ടുണങ്ങി കിടക്കുകയാണെങ്കിലും വേലിക്കകത്ത് പച്ചപ്പുല്ല് പടർന്നു കിടക്കും. വലിയച്ഛനില്ലാത്ത നേരം നോക്കി ഗോപിയേട്ടൻ അപ്പുവിനെയും ഏട്ടനെയും പച്ചക്കറിത്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അറ്റ വേനൽക്കാലമാണെങ്കിലും ഒന്നരാടം തേവി നനയ്ക്കുന്നത് കൊണ്ട് തോട്ടത്തിനുള്ളിൽ നല്ല തണുപ്പാണ്. അപ്പോഴും നനവുള്ള വെള്ളച്ചാലിൽ ചവിട്ടി നിൽക്കാൻ രസമാണ്. വെള്ളരി പൂവിട്ട് തുടങ്ങുന്ന കാലമാണെങ്കിൽ വെള്ളരിപ്പൂവില് പറിച്ചു തരും ഗോപിയേട്ടൻ. വെള്ളരിപ്പൂവില് കറുമുറെ കടിച്ചു തിന്നാനിഷ്ടമാണെങ്കിലും വലിയച്ഛൻ അറിഞ്ഞാൽ ഗോപിയേട്ടന് പെട ഉറപ്പാണ്. 10-20 ദിവസം കഴിഞ്ഞ് സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിക്ക് ആവേണ്ട പൂവലാണ് വാനരന്മാർ കടിച്ചു നശിപ്പിക്കുന്നത്. ദേഷ്യം വന്നാൽ വാനരൻ എന്നാണ് വല്യച്ഛൻ കുട്ടികളെ വിളിക്കുക. സ്കൂൾ പറമ്പ് പോലെ കിടക്കുന്ന മുറ്റം. മുറ്റത്തിനരികിൽ വരിവരിയായി വൈക്കോൽ കുണ്ടകൾ. കൊയ്ത്ത് കഴിഞ്ഞ് നെൽക്കറ്റകൾ കൂമ്പാരം കൂട്ടി വയ്ക്കുന്നതും കറ്റ മെതിക്കുന്നതും ഈ മുറ്റത്താണ്. പന്തു കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. അടുത്ത വീടുകളിലുള്ള ഗോപിയേട്ടൻ്റെ കൂട്ടുകാരും വരും പന്ത് കളിക്കാൻ. വലിയ വീടായതുകൊണ്ട് ഒളിച്ചു കളിക്കാനും സൗകര്യം. ഇരുട്ട് നിറഞ്ഞ മുറികളിലും തട്ടും പുറത്തും ഒളിക്കാം. ഇരുട്ടിന് അപ്പുവിന് പേടിയായതുകൊണ്ട് ഒളിക്കുമ്പോഴും അപ്പുവിന് കൂട്ടുവേണം. ശാരദയുണ്ടല്ലോ അപ്പുവിന് കൂട്ടായിട്ട്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് തൂണിൻ്റെ മറവിലോ കട്ടിലിൻ്റെ അടിയിലോ ഒളിക്കാനാണ് അപ്പുവിനിഷ്ടം. പോക്കിരിയാണ് ഗോപിയേട്ടൻ. 10ാം തരം തൊട്ട് പഠിപ്പു നിർത്തിയത്രേ ഗോപിയേട്ടൻ. വീട്ടിൽ വരുമ്പോഴൊക്കെ വലിയമ്മ മുത്തശ്ശിയോടും അമ്മയോടും സങ്കടം പറയും. കുട്ടികളായ അടിക്ക് പേടി വേണ്ടേ? അവൻ്റെ അച്ഛൻ മുടിക്കോലുകൊണ്ടാ അടിക്കുക. അടിച്ചാ അടിച്ചേടം പറയട്ടെ എന്നായാലോ? കുരുത്തക്കേട് ചെക്കൻ കാട്ടു. വല്യേട്ടൻ്റെ കാലം കഴിഞ്ഞ് അക്കണ്ട കൃഷിയൊക്കെ നോക്കി നടത്താനും വേണ്ടേ ഒരാള്? അവന് അതാ ഇഷ്ടാച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. ഏടത്തി വിഷമിക്കണ്ട, ഗോപി നന്നാവും.
ശാരദയും പഠിക്കുന്ന കാര്യത്തിൽ മന്ദിക്കുന്താണിയാണ്. ശാരദ അപ്പുവിനോട് പറയുകയാണ് ഒരു ദിവസം, 10ാം തരം കഴിഞ്ഞ എൻ്റെ കല്യാണം അപ്പു. അതെന്താ ശാരദേ? 10ാം തരം തോറ്റാ കെട്ടിച്ചു വിടാമെന്ന് അച്ഛൻ അമ്മയോട് പറയണത് കേട്ടു. അപ്പ ജയിച്ചാലോ? ഞാൻ തോൽക്കും, എനിക്ക് ഉറപ്പാ. ശാരദയും 4ാം ക്ലാസ്സിലാണ്. ശാരദയ്ക്കും അപ്പുവിനും ഒപ്പമാണത്ര വയസ്സ്. അപ്പു കർക്കിടകത്തിൽ, ശാരദ ചിങ്ങത്തിൽ. അത്രേയുള്ളൂ വ്യത്യാസം. വെള്ളത്തുണി കൊണ്ട് മേലാപ്പ് കെട്ടുന്ന തിരക്കാണ് കല്യാണ പന്തലിൽ. കത്തിരി കൊണ്ട് വർണ്ണക്കടലാസ് വെട്ടി പശ കൊണ്ടൊട്ടിച്ച് പൂക്കളും ഗോളങ്ങളും ഉണ്ടാക്കുകയാണ് ശിവേട്ടൻ. ഒറ്റപ്പാലത്ത് ഫോട്ടം പിടിക്കുന്ന സ്റ്റുഡിയോവിലാണത്രേ ശിവേട്ടന് ജോലി. തലമുടി കഴുത്തോളം നീട്ടി വളർത്തിയിട്ടുണ്ട് ശിവേട്ടൻ. താടിയും മുടിയും നീട്ടി 4 പോക്കറ്റുള്ള പൊന്തൻ കുപ്പായമിട്ട് ശിവേട്ടനെ ഇങ്ങനെ കാണാൻ ചന്തമൊക്കെയുണ്ട്. വർണ്ണക്കടലാസ് കൊണ്ടുള്ള മാലകൾ വലിച്ചു കെട്ടുന്നതും പൂക്കളും ഗോളങ്ങളും മേലാപ്പിൽ ഒട്ടിച്ചു വെക്കുന്നതും അടുത്ത വീടുകളിൽ നിന്ന് വന്ന ഏട്ടന്മാരും അപ്പുവിൻ്റെ ഏട്ടനും ഗോപിയേട്ടനുമാണ്. എല്ലാം കണ്ടുകൊണ്ട് അപ്പു ഒരു ഭാഗത്തിരുന്നതേയുള്ളൂ. ഇടയ്ക്ക് അടുക്കളമുറ്റത്തെ ദഹനം പൊടിപൊടിക്കുന്ന നെടുമ്പരയിലും പോയി അപ്പു എത്തി നോക്കി. പ്രായത്തിൽ മൂത്തവരാണ് ദഹനപ്പുരയിൽ. ഒരു ഭാഗത്ത് മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കയും കഷ്ണം നുറുക്കിക്കൂട്ടുകയാണ് 3-4 ആളുകൾ. ഇപ്പുറത്ത് വാഴയിലകൾ വിരിച്ച് വട്ടത്തിൽ ചെരവുകൾ വെച്ച് നാളികേരം ചിരകുന്ന ബഹളം. ദാമേട്ടൻ്റെ അച്ഛനും കുട്ടാട്ടെ കുഞ്ഞുട്ടമ്മാമയും പട്ടത്തെ ശങ്കുണ്ണിമാമയും എല്ലാവരുമുണ്ട്. ഷർട്ടും കുപ്പായവും എവിടെയോ അഴിച്ചുവെച്ച് തലയിലൊരു കെട്ടും കെട്ടി അങ്ങനെയാണ് ദഹനപ്പുരയിൽ ശ്രമത്തിന് കയറുന്നത്. എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ഉറക്കെ ഉറക്കെ ചിരിക്കുന്നുണ്ട് അവരൊക്കെ. അവർ പറയുന്നത് മുഴുവനും അപ്പുവിന് മനസ്സിലായില്ല. അധികം ചെവി കൊടുക്കാൻ പോയില്ല. അച്ഛനും ഗോവിന്ദമാമയുമുണ്ട് ദഹനപ്പുരയിൽ. പടിഞ്ഞാറ് ഭാഗത്തെ താഴ്വാരത്തിലുള്ള ഉരലിലിട്ട് അരി ഇടിച്ചു പൊടിക്കുകയാണ് മുറ്റമടിക്കാൻ വരുന്ന മുണ്ടിയും തരവത്തെ അമ്മാളമ്മയും. മുണ്ടി ഇടിച്ചു കൊടുക്കുന്നു. അമ്മാളമ്മ ഉരലിൽ നിന്ന് ഇടിച്ച അരി ചെല്ലടയിലേക്ക് വാരിയിട്ട് വലിയ അലുമിനിയ പാത്രത്തിലേക്ക് ചെലിച്ചു കൂട്ടുന്നു. അടപ്പായസത്തിനായിരിക്കും അരിപ്പൊടി. ശർക്കര കൊണ്ടുള്ള അടപ്പായസം അപ്പുവിന് വലിയ ഇഷ്ടമാണ്. നെടുമ്പുരയിലേക്ക് വേണ്ട മല്ലിയും മുളകും ശർക്കരയും തേങ്ങയും എണ്ണയുമൊക്കെ കലവറയിൽ നിന്നെടുത്തു കൊടുക്കുകയാണ് അമ്മയും അമ്മായിയും. തോർത്തുമുണ്ട് ചുമലിലിട്ട് അടുപ്പത്ത് വെച്ച ഉരുളിയിൽ ഉപ്പേരി വറക്കുകയാണ് ഇട്ട്യാരിശൻ നായർ. നല്ല തടിയുണ്ട് ഇട്ട്യാരിശൻ നായർക്ക്. വലിയ അമ്മിഞ്ഞ. വയറാണെങ്കിൽ അടുക്കളയിൽ വെള്ളം നിറച്ചു വയ്ക്കുന്ന കുട്ടകം പോലെ. ഇടയ്ക്കിടയ്ക്ക് അരയിൽ തിരുകി വെച്ച പൊടിഡപ്പിയെടുത്ത് ഉള്ളംകൈയിലേക്ക് കൊട്ടി മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. കുമ്പയിൽ ചുറ്റിയിടിത്തിരിക്കുന്ന ഇട്ട്യാരിശൻ നായരുടെ വലിയ മുണ്ട് ഇപ്പോൾ അഴിഞ്ഞു വീഴുമെന്ന് അപ്പു സംശയിച്ചു. അങ്ങനെയൊരു കാഴ്ച കാണാൻ പറ്റുമോ എന്ന് കുറേ നേരം അപ്പു കാത്തുനിന്നു. ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടാൽ ഗോവിന്ദമാമ കണ്ണുരുട്ടും. അച്ഛൻ ചീത്ത പറയും. അപ്പു പന്തലിലേക്കു തന്നെ പോന്നു. കല്യാണ പന്തലിലും തമാശ പറച്ചിലും പൊട്ടിച്ചിരികളും തന്നെ. എന്താണ് ചേട്ടന്മാർ പറയുന്നത്? അപ്പുവിനൊന്നും മനസ്സിലാവുന്നില്ല. കുറേ നേരം അങ്ങനെ നടന്നപ്പോൾ അപ്പുവിന് കലശലായ ഉറക്കം വന്നു. കോലായിൽ ആരോ വിരിച്ചിട്ട പുല്ലുപായിൽ അപ്പു ചെന്നു കിടന്നു. കിടന്ന പാടെ ഉറങ്ങുകയും ചെയ്തു.